ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ പതിച്ചെന്ന റിപ്പോർട്ട്. ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. പ്രധാന വിമാനത്താവളം ആക്രമിച്ചെന്ന് ഇറാൻ. 16 പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രായേൽ. അമേരിക്ക ബോംബിട്ടത് ഇറാന്റെ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിൽ. ആക്രമിച്ചത് B-2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച്. ഇറാൻ ഭീകര രാഷ്ട്രമെന്നും 40 വർഷമായി അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ്. സമാധാനത്തിന് തയ്യാറല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് ഇസ്രായേൽ. ചരിത്രം തിരുത്തുന്ന നിലപാടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാൻ. ആക്രമണത്തെ അപലപിച്ച് ഇറാൻ ആണവോർജ്ജ സമിതി. അപകടകരമായ നീക്കമെന്ന് UN. അപലപിച്ച് ലോകരാജ്യങ്ങൾ. ഭാരതാംബ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് രാജ്ഭവനും സർക്കാരും. ഭാരതാംബ സങ്കല്പം മനസ്സിൽ കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥക്കാലത്തെന്ന് ഗവർണർ. നിലപാട് വ്യക്തമാക്കി BJP മുഖപത്രത്തിൽ രാജേന്ദ്ര അർലേക്കറുടെ അഭിമുഖം. വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചേക്കും. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. കണ്ണൂർ കായലോട്ടെ ആൾക്കൂട്ടാക്രമണത്തിനൊടുവിൽ ജീവനൊടുക്കിയ റസീനയുടെ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കില്ല. പണവും സ്വർണവും തട്ടിയെടുത്തെന്ന യുവതിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ്. യുവതിയുടെ മരണത്തിൽ 2 പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. 75,000 വോട്ടിന് ജയം നേടുമെന്ന് അൻവർ. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന് UDF. വിജയസാധ്യത തള്ളാതെ LDF. വോട്ടെണ്ണൽ ആരംഭിക്കുക രാവിലെ 8 മണിയോടെ. നടൻ ബാലചന്ദ്ര മേനോനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ അവസാനിപ്പിക്കാൻ കോടതി. നടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. ആക്രമണം നടന്നെന്ന് ആരോപിച്ച ദിവസം നടൻ ഹോട്ടലിൽ എത്തിയതിന് തെളിവില്ല. പോലീസ് കണ്ടെത്തലിൽ പരാതിയുണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടിക്ക് കോടതിയുടെ നോട്ടീസ്. അഹമ്മദാബാദ് വിമാനാപകടം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തിരിച്ചറിയാനാവാതെ നിരവധി മൃതദേഹങ്ങൾ. 8 പേരുടെ കുടുംബാംഗങ്ങളോട് വീണ്ടും DNA സാമ്പിളുകൾ തേടി. സ്ഥിരീകരണം കാത്ത മലയാളി നഴ്സ് രഞ്ജിതയുടെ കുടുംബം. ഇതുവരെ തിരിച്ചറിഞ്ഞത് 247 മൃതദേഹങ്ങൾ. ആലപ്പുഴ ചെങ്ങന്നൂർ ഡോക്ടർ KM